ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഹാപ്പിനെസ് ജോയിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിതേ ചാമ്പയ്ക്ക മരത്തിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. ഇഷ്ടംപോലെ ചാമ്പയ്ക്ക മുകളിലുണ്ടായിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാമ്പയ്ക്ക വൈൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. എൻ്റെ അമ്മാമ്മയുടെ വീട്ടിലൊരു ചാമ്പമരം ഉണ്ടായിരുന്നു. നല്ലോണം ചാമ്പയ്ക്ക ഉണ്ടാവുന്ന ഒരു ചാമ്പമരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിത്ത് ഞാനിവിടെ വെറുതെ ഇവിടെ വെള്ളം മുകളിൽ നിന്ന് വെള്ളം വീഴുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ വെറുതെ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മുളച്ചുണ്ടായ ഒരു ചാമ്പയാണ്. അപ്പോൾ ഈ മരത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഇവിടെ കടക്കാൻ വഴി കുറവാന്ന് പറഞ്ഞിട്ട് ഇത് വെട്ടിക്കളയാൻ പല പ്രാവശ്യം പറഞ്ഞ് നിർബന്ധിച്ച് ഞാനത് പറ്റില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിർത്തിച്ച ഒരു മരമാണ്. അപ്പോൾ ഇത് ഇഷ്ടംപോലെ ഈ പ്രാവശ്യം ഇഷ്ടം പോലെ കാച്ചുണ്ട്. ഒരു 2 കൊല്ലം മുമ്പ് ഇത് കാച്ചു തുടങ്ങിയായിരുന്നു. പക്ഷെ അത് കുറേശ്ശേ ഉണ്ടായിരുന്നുള്ളൂ. നിറയെ കേടൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം നല്ലോണം ഉണ്ടായിട്ടുണ്ട്. കേടും വളരെ കുറവാണ്. ഇഷ്ടം പോലെ ചാമ്പയ്ക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചാമ്പയ്ക്ക് പൊട്ടിക്കാം. ഏകദേശം ഒരു 7 കിലോ ചാമ്പയ്ക്ക ഉണ്ട്. അതിൽ ഒട്ടക കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 കിലോ ചാമ്പയ്ക്ക ഏകദേശം ഉണ്ട്. ഇനി ഇത് നല്ലോണം നമുക്ക് കഴുകിയെടുക്കാം. ആ മണ്ണും ചെളിയൊക്കെ കളയാനായിട്ട് നല്ലോണം കഴുകി വാരി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് പൊളിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലെ കുരുവും അതുപോലെ തന്നെ ആ പൂവും കാര്യങ്ങളൊക്കെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കളയാം. ചിലർ പുഴു ഉണ്ടാകുമ്പോൾ പുഴുകളൊക്കെ ഒഴിവാക്കാം. നുറുക്കി കഴിഞ്ഞപ്പോൾ ഏകദേശം ഇത്രയുണ്ട്. ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 6 കിലോ പഞ്ചാര എടുത്തിട്ടുണ്ട്, 250 ഗോതമ്പ്, 8 ഗ്രാം ഈസ്റ്റ്, പിന്നെ കുറച്ച് കറുവപ്പട്ട, കരയാമ്പൂ, ഏലക്ക. മിക്സിയിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഈ കറുവപ്പട്ട, കരയാമ്പൂ, ഏലക്ക ഇതൊക്കെ ഇട്ടിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കറുവപ്പട്ടയൊക്കെ നമ്മൾ മിക്സിയിൽ പൊടിക്കാനായിട്ട് ഇടുമ്പോൾ നുറുക്കിയിടണം. അത് എന്നാലാണ് ശരിക്കും പൊടിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചാമ്പയ്ക്ക ജ്യൂസ് അടിച്ചെടുക്കാം. ജ്യൂസ് അടിച്ചൊക്കെ കൂടിയിട്ട് നമുക്ക് ഭരണിയിലേക്ക് ഇടാം. അപ്പോൾ ഞാനങ്ങനെ ജ്യൂസ് അടിച്ചൊക്കെ ഭരണിയിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഭരണി നിറഞ്ഞു. അപ്പോൾ അത് ശരിക്കും കൊണ്ടില്ല. അപ്പോൾ വേറൊരു വലിയ ഭരണിയിലേക്ക് ഞാനിത് പകർത്തി. ഇനി നമുക്ക് ഇതിലേക്ക് ആ പഞ്ചസാര മൊത്തം ഇടാം. പിന്നെ നമ്മുടെ കറുവപ്പട്ടയും കരയാമ്പൂവും ഒക്കെ പൊടിച്ചത് അതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. അതിൻ്റെ മേലേക്ക് നമുക്ക് ആ ഗോതമ്പ് മൊത്തമായിട്ട് ഇടാം. പിന്നെ ഇപ്പം നമ്മുടെ ഈ പാക്കറ്റ് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ 8 ഗ്രാമാണ്. നമുക്ക് അതിൻ്റെ 1/3 ഈസ്റ്റ് മതി. അപ്പോൾ അതും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. നമുക്കിത് ഭരണി തന്നെ വേണമെന്നില്ല. നമുക്കൊരു ചില്ലുപ്പിയിലോ ഒക്കെ നമുക്ക് ഇട്ട് വയ്ക്കാം. ചില്ലുപ്പി ആകുമ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് കവർ ചെയ്ത് സൂര്യപ്രകാശം കടക്കാത്ത രീതിയിൽ വെക്കണം. ഇനി ഇത് നമുക്ക് എല്ലാം കൂടിയിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിത് ഒരു പ്ലേറ്റ് എടുത്ത് മൂടാം. ഇതിൻ്റെ അടപ്പില്ലാത്തതുകൊണ്ടാണ് പ്ലേറ്റ് എടുത്ത് മൂടണം. അല്ലെങ്കിൽ അടപ്പിട്ട് അടച്ചിട്ട് കെട്ടി വെച്ചാൽ മതി. അങ്ങനെ പ്ലേറ്റ് ഇട്ട് മൂടി അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് തുണി ഇട്ടിട്ട് ഒരു ചിരടിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടി വയ്ക്കാം. ഇത് നമുക്ക് പഞ്ചസാരയിൽ അല്ലാണ്ട് ശർക്കരയിലും നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ വെള്ളം ഒഴിച്ചിട്ടും നമുക്ക് തിളപ്പിച്ചാറ്റി വെള്ളം ഒഴിച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ശർക്കരയിൽ പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാസവത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് ആയതുകൊണ്ടാണ് എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കാത്തത്. നമുക്കിത് എവിടെയെങ്കിലും വെളിച്ചം കിടക്കാത്ത രീതിയിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. കാരണം വൈൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോ സെൻസിറ്റീവ് ആണ്. അപ്പോൾ അത് നമ്മൾ വെളിച്ചം കിടക്കാത്ത രീതിയിൽ വെക്കണം. എല്ലാ ദിവസവും നമ്മളിത് ഇളക്കണം. 21 ദിവസം വരെ ഇളക്കണം. എത്ര വെക്കുന്നു അത്രയും നല്ലതാണ്. അപ്പോൾ നമ്മുടെ വൈൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് 21 ദിവസം എല്ലാ ദിവസവും ഒന്ന് ഇളക്കണം. ഇളക്കി ഇതേപോലെ തന്നെ കെട്ടി വയ്ക്കണം. കെട്ടി വെച്ച് 21-ാം പൊക്കം ഈ വൈൻ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു ചെറിയ അപ്ഡേറ്റ് നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം.
അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.